ചിറ്റൂർ പുഴ പാലത്തിന്റെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് ഗതാഗത ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി MLA സുമേഷ് അച്യുതന്റെ നേതൃത്വത്തിൽ ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ അവലോകന യോഗം ചേർന്നു. പാലത്തിന്റെ അടിവശത്ത് ഗുരുതരമായ കേടുപാടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ ഏകദേശം 3 മാസം വരെ വേണ്ടിവരുമെന്നും ഈ കാലയളവിൽ പാലത്തിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്നും യോഗത്തിൽ വിലയിരുത്തി. പാലത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അടിയന്തര അറ്റകുറ്റപ്പണികൾ അനിവാര്യമാണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ പാലത്തിലൂടെയുള്ള വാഹനഗതാഗതം നിയന്ത്രിക്കുകയോ പൂർണ്ണമായും നിരോധിക്കുകയോ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായേക്കുമെന്നതിനാൽ ഗതാഗതം ബദൽ വഴികളിലൂടെ എങ്ങനെ ക്രമീകരിക്കാമെന്ന കാര്യമാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. കുറേ ആകുമ്പോൾ ഈ ബിയറിപ്പാട് ലോഡ് കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഗർഭിണിയായിട്ട് ലോഡ് വരുമ്പോൾ ഗർഭിണി അത് കുടിയാനുള്ള സാധ്യതയുണ്ട്. അത് ഡ്രോൺ വെച്ച് പരിശോധിച്ചു, ആൾ കയറി പരിശോധിക്കുകയും ചെയ്യും. എല്ലാവരും ഫോട്ടോ കാണിച്ചു. അപ്പോൾ അത് കാലക്രമേണ അത് പോകാൻ സാധ്യതയുണ്ട്. ആ ഗർഭിണി കംപ്ലീറ്റ് ഒടിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാറ്റുമെന്നാണ് ഇപ്പോൾ PWD പറയുന്നത്. ഗതാഗത നിയന്ത്രണങ്ങൾ നിലവിൽ വന്നാൽ പൊതുജനങ്ങൾക്കും വ്യാപാര മേഖലയ്ക്കും ഏറ്റവും കുറഞ്ഞ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാകാവൂ എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ വകുപ്പുകളുടെ അഭിപ്രായങ്ങൾ യോഗത്തിൽ തേടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്തിമ ഗതാഗത ക്രമീകരണങ്ങൾ തയ്യാറാക്കി പൊതുജനങ്ങളെ മുൻകൂട്ടി അറിയിക്കാനും തീരുമാനമായി. യോഗത്തിൽ ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർപേഴ്സൺ B. കൃഷ്ണലീല, നഗരസഭാ കൗൺസിലർമാർ, പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. അറ്റകുറ്റപ്പണികൾ ഓണത്തിനു ശേഷമേ ആരംഭിക്കാൻ സാധിക്കൂ എന്ന് MLA സുമേഷ് അച്യുതൻ അറിയിച്ചു. പൊതുജനങ്ങൾക്ക് പരമാവധി സൗകര്യം ഉറപ്പാക്കിയും ഗതാഗത തടസ്സങ്ങൾ പരമാവധി കുറച്ചും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. UTV ന്യൂസ്, പാലക്കാട്.